എന്ത് പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാങ്കിങ് മേഖലയാണ്. ശരിയാണെങ്കിൽ ഒരു കേട്ടത് അധികം അതിന്റെ നെഗറ്റീവായിട്ടുള്ള ഇല്ല, അതുകൊണ്ടാണ് ഈ മേഖല ഡെവലപ്പ് ചെയ്യാറ്. നമ്മളെപ്പോലുള്ള ആളുകൾ പോലും ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ആരും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നില്ല. കരുളായി വെറുതെ ചാടിക്കാനായിട്ട് വന്ന. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മെനുവിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നമ്മൾ പ്രൈസ് ആയിട്ട് തരും. ഗോൾഡിന്റെ റേറ്റ് അത് ചോദ്യമല്ല കേട്ടോ, നിങ്ങൾ ചിലപ്പോൾ അതിന്റെ ഉത്തരം ഇപ്പം പറയും. അപ്പോൾ ഗോൾഡിന്റെ റേറ്റ് കറന്റ് എത്രയാണ്? ഇപ്പൊ ഇന്ന് ഒരു 92,768 അങ്ങനെ കറക്റ്റ് പറയണ്ട. എത്ര ആയിരമാണ് അല്ലെങ്കിൽ എത്ര 97? അത് ചോദ്യമല്ല. നിങ്ങൾക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. ശരിയാണെങ്കിൽ നമ്മളെന്താണ് ഇപ്പോൾ ഇത്ര ഇപ്പോൾ നിങ്ങൾ 97,000 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേമാതിരി ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ നമ്മൾ തരും. ഗസ് ചെയ്ത് നോക്കി. ശരിയാണെങ്കിൽ 98,000 ബിറ്റ് കോയിൻ്റെ. ഞാനൊരു ക്ലൂ ആണെങ്കിൽ തരാം. ഗോൾഡിൻ്റെക്കാട്ടിലും ഒരു പവൻ ഗോൾഡിൻ്റെ വിലയല്ലേ 97,000 എന്ന് പറയുന്നത്. ഗ്രാമിന് എത്ര? 11,000 12,000 അല്ല. ഈ 97 ഒരു പവനല്ല. അതേമാതിരി ഒരു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടുതലാണ് എമൗണ്ട്. അതായത് ഗോൾഡിൻ്റെക്കാട്ടിലും നിങ്ങളൊരു ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്തോടത്തേക്കാണ് ചിലപ്പോൾ എമൗണ്ട്. അത്ര ക്ലൂ വരാൻ പറ്റുള്ളൂ. എനിക്ക് ഇത്ര ഇരട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ? എന്തെങ്കിലും ഗസ്സിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഒരു കോടി. ഗസ് ചെയ്യാനാണ് 1 കോടി. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ? 1 കോടി. നിങ്ങളാണ് ആദ്യമായിട്ട് ശരി ഉത്തരം പറഞ്ഞ ആൾക്കാർ. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് സാധനം അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം പറയാം, അതാണ് നമ്മൾ തരുന്ന ഓഫർ. ഇനി ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് പൈസ പോയത്, ക്രിപ്റ്റോ അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്തിട്ട് പൈസ പോയ ആരെങ്കിലും, അല്ലെങ്കിൽ ഇതുകൊണ്ട് രക്ഷപ്പെട്ട ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ട്രെൻഡിങ് ആണ്. നിങ്ങളെന്താ കേട്ടിനി? എന്താണ് നിങ്ങളെ എത്ര പഠിക്കണം? ഡിഗ്രി കഴിഞ്ഞു. നിങ്ങളപ്പോ ഡിഗ്രിക്ക് ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ ട്രേഡിംഗ് അറിയില്ല? നിങ്ങളെ കുടുംബക്കാരോ ചെയ്യണ്ടോ? അല്ലാതെ കൂടുതൽ അറിയില്ല. പല സ്പെഷ്യൽ ക്ലബ് സാൻഡ്വിച്ച് അത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഹാപ്പി? അപ്പൊ കാണാം. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം? ഏതിലാണ്? ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ് കോയിനില് ചെയ്യുന്നുണ്ട്? ഏത് എക്സ്ചേഞ്ചിലാണ് ചെയ്യുന്നത്? ഞാൻ USDT. അല്ല, എക്സ്ചേഞ്ച് ബൈനാൻസ് ആണോ? ബൈനാൻസിലാണ് ചെയ്യുന്നത്. ഓക്കെ. എനിക്ക് ഉത്തരം അറിയാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം ചോദിക്കാം. അല്ല, അങ്ങനെ അത്ര വലിയ പ്രോ ആയിട്ടില്ല. അല്ല എന്നാലും ഓക്കെ. ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര കാലമായി? ചെയ്യാൻ കുറച്ചായിട്ടുള്ളൂ, ഒരു 4-5 മാസം. ഓക്കെ. ഒരു 6 മാസത്തിനടുത്ത്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ മെനുവിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം ഓർഡർ ചെയ്യാം. ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഏതാണോ അത് ഓർഡർ ചെയ്യാം. അപ്പോൾ ചോദ്യം ചോദിക്കണത്, ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ്, അതായത് ഇപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് അറിയോ? ഇത് സമ്മാനത്തിനുള്ള ചോദ്യമല്ല കേട്ടോ, വെറുതെ ചോദിക്കണം, ഒരു എക്സാമ്പിൾ ചോദിക്കണം. അത്യാവശ്യം ഉണ്ടെന്നാലും ഉത്തരം പറയണേ. അത്യാവശ്യം പറഞ്ഞാൽ 81. ഓക്കെ. 92 സംതിങ് എത്രയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കറൻറ്റ് ബിറ്റ് കോയിൻ്റെ റേറ്റ്, ഇന്നത്തെ കറൻറ്റ് ബിറ്റ് കോയിൻ്റെ ഇപ്പോൾ ലൈവ് കറക്റ്റ് പറയണ്ട, അപ്രോക്സിമേറ്റ് ഏകദേശം ഒന്നെങ്കിൽ USDT, ഇപ്പോൾ USDT ആണല്ലോ, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി എത്ര ഉണ്ട് ഏകദേശം ഒരു ആവറേജ് അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ സമ്മാനം തരും? USDT റേറ്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി പറഞ്ഞാൽ മതി. ഒരു ബിറ്റ് കോയിൻ്റെ റേറ്റ് USDT എത്ര വരുന്നത്? എത്ര USDT? 1.5 കോടി അല്ലേ ബിറ്റ് കോയിൻ്റെ? 1.5 കോടി ആയിട്ടില്ല. 98-97 ആ റേഞ്ച് ആയിട്ട്. 97-98 ഡോളറാണോ അതോ ഇന്ത്യൻ റുപ്പി ആണോ? ഇന്ത്യൻ റുപ്പി. 97,000 ആണോ അതോ 97 ലക്ഷമാണോ? 97 ലക്ഷത്തിന്റെ അങ്ങനെ റേഞ്ച്. ഓക്കെ, ഏകദേശം അടുത്തെത്തിയാണ് ആള്. ഇനിയൊരു ചോദ്യം പാടെ ചോദിക്കട്ടെ എന്നാ. ബിറ്റ് കോയിൻ ഏത് ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ബിറ്റ് കോയിൻ ഏത് മാർക്കറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്? അങ്ങനെ പറഞ്ഞാൽ ശരി. ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കിയതാണ്, അയാളറിയോ? അയാളറിയാണെങ്കിൽ ഞാൻ സമ്മാനം തരാം. അവർക്ക് 2 സമ്മാനം കൊടുക്കണം. ബിറ്റ് കോയിൻ്റെ ഓണറെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ 2 സാധനം ഓർഡർ ചെയ്ത് തരാം. അണ്ടറിലാണ് ഇപ്പോൾ ബിറ്റ് കോയിൻ, BNB, ഇതേരി അങ്ങനെ കുറേ കോയിൻ. അത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? അത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് അറിയാം? ഏത് മാർക്കറ്റിലാണ് വരുന്നത്?
അറിയാം അറിയില്ല ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസിന്റെ അണ്ടറിലാണ് അല്ലേ? ചെയ്യുന്നില്ല. എന്ത് ജോബ് ചെയ്യുന്നു? ഞാൻ IT-ലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങള് അറിയില്ലല്ലോ? ഞാൻ അറിയാം, ഞാൻ വേറെ ചെയ്യുന്നുണ്ടോ? ഇൻവെസ്റ്റ് ഇല്ല, ഞാൻ ഷെഫാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് ചെയ്തിട്ട് പൈസ പോവുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ടവരാണോ അല്ലെങ്കിൽ ഇത് കാരണത്തെ തുറന്ന് പറയുന്നില്ല, പറയണില്ല? അപ്പോൾ നിങ്ങളെ അടുത്ത് പരിചയമുള്ള ആരെങ്കിലും ഇതും കൊണ്ട് കുടുങ്ങി അല്ലെങ്കിൽ പൈസ മൊത്തം നഷ്ടപ്പെട്ട ആളുകളുണ്ടോ? ഉണ്ട്. പേര് പറയാൻ പറ്റത്തില്ല. പേര് പറയണ്ട. നഷ്ടപ്പെട്ടു പ്രോപ്പർ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസികൾ ക്രിപ്റ്റോയിലേക്ക് ഇട്ടെന്ന് പറഞ്ഞിട്ട് അത് അവർ തന്നെ ഈ ഏജൻസിയാന്ന് പറഞ്ഞ് ബിറ്റ് കോയിനാന്ന് പറഞ്ഞ് ഇടും. എന്നിട്ട് ആ പൈസ 1,00,000 രൂപയൊക്കെ പോയി. ഷാദിൻ. ഓക്കെ. രണ്ടാളും നിങ്ങൾ ഞാൻ കരക്കോട്. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ ബിറ്റ് കോയിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിൻ്റെ ഒരു ഓണർ ഉണ്ടല്ലോ, ബിറ്റ് കോയിൻ്റെ ഓണർ, ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിന് ഹോൾഡിങ് വെച്ച ഒരാൾ, അതായത് അതിപ്പോൾ ആ ബിറ്റ് കോയിന് കൊണ്ടുവന്ന ഒരാളുണ്ട്, അതാരാന്നില്ലത് അറിയാം? സതോഷി നിക്കോൻ അങ്ങനെ സതോഷി ബാക്കിമാണോ ഒന്ന് ആലോചിച്ച് നോക്കി. സതോഷി നിക്കാണ്ടോ അങ്ങനെ സതോഷി നാഗമോട്ടോ എന്നാണ്. ഓക്കെ. കുറച്ച് ഉത്തരവാണ്, നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിറ്റ് കോയിൻ ഏത് മാർക്കറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത് അറിയാം? ക്രിപ്റ്റോ കറൻസി. അടിപൊളി. ഓക്കെ. അതായത് ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഫോറക്സിൽ ഗോൾഡ് ഇതൊക്കെയാണല്ലോ. ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എല്ലാവർക്കും ബിറ്റ് കോയിൻ അറിയുള്ളൂ, പക്ഷേ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസിൻ്റെ അണ്ടറിലാണ് വരുന്നില്ല ആർക്കും അറിയില്ല. അതൊരു നോളജാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വേണ്ടി ഒരു സാധനം പറഞ്ഞോളൂ, നമ്മൾ ചെയ്തു തരാം. അല്ല, ഒരു സാധനം പറഞ്ഞോളൂ. വേണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങൾ ചാടിക്കാൻ വന്നതല്ലേ, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം ഓർഡർ ചെയ്തോളൂ. ഒരു ഗസ് ചെയ്തോളി. ശരിയാണെങ്കിൽ ഒരു ഓർഡർ 1,10,000 ഇന്നത്തെ റേറ്റ് ആണ്.